അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളിച്ചേതവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പുഴുവും തിരുമ്പും കെടുക്കയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തിരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിൻ്റെ നിക്ഷേപമുള്ളയിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. യേശുവിനെ വാസ്തവമായി പിൻപറ്റുന്ന വ്യക്തികളെ പണവും പദവികളും കാണിച്ചുകൊണ്ട് എല്ലാ കാലത്തും സാത്താൻ വഞ്ചിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ നാഥനും വീണ്ടെടുപ്പുകാരനും നല്ല മാതൃക കാണിച്ചു തന്നവനും നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും കാലുവരി ക്രൂശിൽ ഊറ്റി തന്നുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി മരിച്ച് ഉയർത്തവനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെയും പിശാച് പണവും പദവികളും കാണിച്ച് മോഹിപ്പിക്കുവാൻ ശ്രമിച്ചു. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവൻ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. നാം കേട്ട വേദഭാഗങ്ങളിൽ സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്ന രീതി മനസ്സിലാക്കണം. യേശുവിനെ വിശന്നപ്പോൾ സാത്താൻ പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനപ്പമായി തീരുവാൻ കൽപ്പിക്കുക. ഇതിൽ നിന്നും ഒരു കാര്യം നാം മനസ്സിലാക്കണം. സാത്താൻ നമ്മെ പരീക്ഷിക്കുന്നത് നമ്മുടെ ബലഹീന സമയങ്ങളിലാണ്. ഒന്നാമത്, യേശു ആരാണെന്ന് സാത്താൻ അറിയണമായിരുന്നു. കാരണം യേശുവിൻ്റെ ശുശ്രൂഷ അന്ന് വരെ തുടങ്ങിയിട്ടില്ലായിരുന്നുവല്ലോ. നാം നമ്മുടെ ശക്തി വെളിപ്പെടുത്തുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് വെളിപ്പെടുത്തുവാനുള്ളതല്ല. നമ്മുടെ പണത്തിലോ വിദ്യാഭ്യാസത്തിലോ കഴിവുകളിലോ നാം പ്രശംസിക്കുകയും നമ്മുടെ ശക്തിയായി പരിഗണിക്കുകയും ചെയ്താൽ നിശ്ചയമായും സാത്താൻ്റെ മുമ്പിൽ നാം വീണു പോകുവാൻ സാധ്യതയുണ്ട്. യഹോവെങ്കിൽ സന്തോഷമായിരിക്കണം നമ്മുടെ ബലം അഥവാ ശക്തി എന്ന് നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ യേശു ദൈവരൂപത്തിലായിരുന്നുവെങ്കിലും സാത്താൻ യേശുവിനെ കാണുമ്പോൾ അവൻ മനുഷ്യരൂപത്തിലായിരുന്നു. ആ പരീക്ഷയിൽ യേശു ജയിച്ചു എന്നതുകൊണ്ട് സാത്താൻ പിൻവാങ്ങിയില്ല. അടുത്ത പരീക്ഷ അവൻ പരീക്ഷിച്ചു. ദൈവാലയ അഗ്രത്തിൽ നിന്നും താഴേക്ക് ചാടുവാനാണ് ഇപ്രാവശ്യം സാത്താൻ യേശുവിനോട് നിർദ്ദേശിച്ചത്. 91-ാം സങ്കീർത്തനം 11-12 വാക്യങ്ങളാണ് സാത്താൻ ഉദ്ധരിച്ചത്. ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഈ വാക്യത്തിലെ എല്ലാ വഴികളും എന്നത് 1-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പറയുന്ന നീതിമാന്മാരുടെ അഥവാ യഹോവയുടെ വഴിയാണ്. അത് വിശുദ്ധ ജീവിത രീതിയാണ്. അവിടെ ദൂതന്മാരുടെ സംരക്ഷണം ലഭിക്കുമെന്നത് തീർച്ച. അല്ലാതെ ചാടുന്നവരെ സംരക്ഷിക്കുമെന്നല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന സംരക്ഷണമാണ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. നാം കേട്ട വാക്യങ്ങളിലോ ബൈബിളിലെ മറ്റേതെങ്കിലും വാക്യങ്ങളിലോ യേശുവിനോട് സാത്താൻ പറഞ്ഞ കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിന്നും ചാടിയാൽ ദൈവദൂതന്മാർ യേശുവിൻ്റെ കാലുകൾ കല്ലിൽ തട്ടാതെ വണ്ണം കൈകളിൽ വഹിക്കുമെന്ന് ബൈബിളിൽ ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല. സാത്താൻ പറഞ്ഞത് ബോഷ്കായിരുന്നു. ഏദൻ തോട്ടത്തിൽ ഹവ്വായെ ഉപായത്താൽ ചതിച്ച അതേ ബോഷ്ക്. ചില ആഴ്ചകൾക്ക് മുമ്പേ ഒരു പ്രസംഗം ഞാൻ കേട്ടത് ഇപ്രകാരമാണ്:
ആരാണ് പ്രസംഗിച്ചതെന്ന് എനിക്കറിയില്ല. വിഷയം യേശുവിൻ്റെ ഗിരിപ്രഭാഷണമായ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യത്തിലെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും എന്ന വാക്യമാണ്. ഞാൻ കേട്ട പ്രസംഗം ഇവിടെ പ്രസ്താവിക്കുന്നത് ഭൂഷണമല്ലാത്തതിനാൽ പ്രസ്താവിക്കുന്നില്ല. എന്നാൽ ഈ വാക്യം കൊണ്ട് യേശു അർത്ഥമാക്കിയത് പാപഭാരത്താൽ മാനസാന്തരത്തിനായി ദുഃഖിക്കുന്നതിനെക്കുറിച്ചാണ് എന്നതിന് ബൈബിളിൽ അനേക തെളിവുകളുണ്ട്. ബെഥാനിയിലെ ലാസറിൻ്റെ സഹോദരിയായ മറിയ താനൊരു പാപിനിയായതിനാൽ യേശുവിൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ടിരുന്നു. യേശുവിൻ്റെ കാൽ അവളുടെ കണ്ണുനീര് കൊണ്ട് കഴുകി തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചു, വിലയേറിയ തൈലം പൂശി എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 3-ാം വാക്യത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു എന്നും, ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 46-ാം വാക്യത്തിൽ ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് യേശു പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദുഃഖിക്കുന്നവർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കൾ ഇല്ലാത്തതിനാൽ ദുഃഖിക്കുന്നവരെ കുറിച്ചോ രോഗം മൂലം ദുഃഖിക്കുന്നവരെ കുറിച്ചോ അല്ല എന്ന് സാരം. അത് മനസ്സിലാക്കുവാൻ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പ്രസ്താവിച്ചു എന്നേ ഉള്ളൂ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു, ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നുവെന്ന് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ യേശു പറഞ്ഞ ദുഃഖിക്കുന്നവർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്ഷയ്ക്കായി മാനസാന്തരത്തെ ഉളവാക്കുന്ന ദുഃഖത്തെക്കുറിച്ചാണ്, അല്ലാതെയുള്ള ദുഃഖത്തെക്കുറിച്ചല്ല. സാത്താൻ യേശുവിനോട് ബോഷ്കു പറഞ്ഞ് ബൈബിളിലെ വാക്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതുപോലെ നമ്മോടും തെറ്റായി വ്യാഖ്യാനിക്കും എന്നതിനാൽ ദൈവാത്മാവിൻ്റെ സഹായത്തോടെ മാത്രമേ ദൈവവചനമായ ബൈബിൾ പഠിക്കാവൂ എന്ന് ഓർപ്പിക്കുവാനാണ് ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ പ്രസ്താവിച്ചത്. യേശുവിനോട് താഴോട്ട് ചാടുക, ദൂതന്മാർ താങ്ങും എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന ന്യായപ്രമാണത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു സാത്താനെ തോൽപ്പിച്ചത്. സാത്താൻ ഇത് കേട്ടപ്പോൾ തോന്നി യേശു ദൈവമല്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഏറ്റവും ശക്തമായ ആയുധം പുറത്തെടുത്തു. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിൻ്റെ കയ്യിൽ നിന്നും ഉപായത്താൽ കൈവശമാക്കിയ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിലെ വാഴുവാനുള്ള അധികാരം യേശുവിന് കൊടുക്കാം എന്നാണ് സാത്താൻ ഇപ്പോൾ യേശുവിനോട് പറയുന്നത്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ. ഇതായിരുന്നു ആദാമിന് ദൈവം കൊടുത്ത അധികാരം. ഈ അധികാരമാണ് സാത്താൻ വഞ്ചിച്ചെടുത്തത്. ഈ അധികാരത്തിൽ ഭൂമിയിലെ സമ്പത്തും പദവികളും എല്ലാം ഉൾപ്പെടും. സാത്താൻ്റെ അറ്റക്കൈ പ്രയോഗമായിരുന്നു അത്. സാത്താൻ യേശുവിനെ കാണിച്ചു കൊടുത്ത സമ്പത്തുകളും പദവികളും യേശുവിന് ലഭിക്കണമെങ്കിൽ സാത്താൻ പറയുന്നത് അവനെ വീണ് നമസ്കരിക്കണം അഥവാ ആരാധിക്കണം എന്നാണ്. യേശു സാത്താനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: സാത്താനെ എന്നെ വിട്ടുപോ, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ബൈബിളിലെ ഒരു വാക്യം തന്നെയാണ് യേശു ഇവിടെ ഉദ്ധരിച്ചത്. യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും സാത്താൻ്റെ ഈ പരീക്ഷണം നേരിടാതിരിക്കുവാൻ കഴിയുകയില്ല. മിക്ക ആളുകളും അതുവരെ സാത്താനെ ജയിച്ചവരാണെങ്കിലും സമ്പത്തും പദവികളും കാണുമ്പോൾ അതിൽ ആകർഷിക്കപ്പെടുകയും അതിൽ ആശ്രയിക്കുകയും ജീവനാഥനേക്കാൾ സാത്താൻ വെച്ച് നീട്ടുന്ന സമ്പത്തിനും പദവിക്കും പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു. ഈ അപകടം നിലനിൽക്കുന്നതിനാലാണ് യേശു പഠിപ്പിച്ചത് നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ സൂക്ഷിക്കണമെന്ന്. നിക്ഷേപം എന്ന വാക്കിൽ സമ്പത്തും പദവികളും എല്ലാം ഉൾപ്പെടുന്നു. എങ്ങനെയാണ് നിക്ഷേപം സ്വർഗത്തിൽ ശേഖരിക്കുന്നത് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി ദൈവവചനത്തെ സ്നേഹിക്കുക, ബൈബിൾ വായിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. നിരന്യായ പ്രമാണത്തോട് പ്രിയം അഥവാ സ്നേഹമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്ന് 119 സങ്കീർത്തനം 165 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നെയുമല്ല, വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നുവെന്ന് 119 സങ്കീർത്തനം 162 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
രണ്ടാമതായി യേശുവിനെ പിൻപറ്റുവാൻ ഒരു ഹൃദയവാഞ്ച ഉണ്ടാക്കിയെടുക്കുക. യേശു പറഞ്ഞു, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ഈ ലോകത്തിൻ്റെ നന്മകൾക്കും വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് യേശുവിൻ്റെ ഈ വാക്കുകൾ ഒരു പ്രതിസന്ധി തന്നെയാണ്. മൂന്നാമതായി പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ഒരു ഉറ്റ ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അതിനായി നാം ചെയ്യേണ്ടത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നമ്മിൽ നിന്നും ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നതാണ്. നാലാമതായി അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നതാണ്. അഞ്ചാമതായി കറയും ചുളുക്കവുമില്ലാത്ത ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്നതാണ്. ആറാമതായി ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കി ജീവിക്കുക എന്നതാണ്. ഏഴാമതായി നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിനെ യോഗ്യന്മാരായവർക്ക് ചെയ്യുക എന്നതാണ്. എട്ടാമതായി ദൈവത്തിൻ്റെ നീതിയെ മറച്ചു വയ്ക്കാതെ പിറവി കുരുടൻ പറഞ്ഞതുപോലെ ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു എന്ന് മറ്റുള്ളവരോട് പറയുക. കർത്താവ് നിനക്ക് ചെയ്തതും നിന്നോട് കരുണ കാണിച്ചതും മറ്റുള്ളവരോട് പറയുക. ഇത്രയും നാം ചെയ്യാമെങ്കിൽ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കണമെന്ന ചിന്ത മാറി സ്വർഗത്തിൽ കുമിഞ്ഞുകൂടുന്ന നിക്ഷേപം കണ്ട് നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട മാനസാന്തരമെന്ന കള്ളന് വേണ്ടിയായിരുന്നു യേശുവിൻ്റെ സകല കഷ്ടതയും നിലവിളിയും. അതെ, നാം ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു യേശു ഗെത്സമന മുതൽ കാൽവരി ക്രൂശ് വരെ നിലവിളിച്ചതും കഷ്ടത അനുഭവിച്ചതും. ആകയാൽ നമ്മുടെ ഏറ്റവും വിലയേറിയ നിക്ഷേപം യേശു തന്നെയാണ്. ആ നിക്ഷേപം ഉപേക്ഷയായി വിചാരിച്ചുകൊണ്ട് ഈ ഭൂനിക്ഷേപം നാം ആഗ്രഹിച്ചാൽ രണ്ടും നമുക്ക് നഷ്ടമാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശു ക്രിസ്തു എന്ന നിക്ഷേപം മാത്രം നാം സ്വീകരിച്ചാൽ, യേശു ക്രിസ്തു എന്ന വിലയേറിയ മുത്തിനെ മാത്രം നാം ആഗ്രഹിച്ചാൽ ഈ ഭൂമിയിലെ സകല സമ്പത്തും ചപ്പും ചവറുമായി മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. എങ്കിലും അതെല്ലാം കാന്തത്തിന് പിന്നാലെ ഇരുമ്പ് പൊടി വരുന്നത് പോലെ നമ്മുടെ പിന്നാലെ തന്നെ വരും. എന്നാൽ ഓർക്കുക, നാം അതിലൊരിക്കലും ആശ്രയിക്കരുത്. ആശ്രയിക്കാതിരുന്നാൽ നമുക്ക് പാടുവാൻ കഴിയും, മണ്ണേ പ്രതി മാണിക്യം ഞാൻ വെടിയുകയില്ല എന്ന്. അപ്രകാരം കർത്താവായ യേശു ക്രിസ്തു ആകുന്ന വിലയേറിയ മുത്തിനെ നഷ്ടപ്പെടുത്താതെ, ഈ ലോകസുഖത്തിനും ഈ ലോകത്തിലെ സമ്പത്തിനും പ്രാധാന്യം കൊടുക്കാതെ കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് ജ്യോതിഷികളെ പോലെ തിളങ്ങാം. നമുക്ക് നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ കൊടുക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് സാമ്പത്തിക ക്ലേശത്തിൽ നിന്നും മോചനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.